ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ചിക്കൻ കറീൻ്റെ റെസിപ്പി നോക്കിയാലോ. സിമ്പിൾ ഉണ്ടാക്കാൻ പക്ഷെ പവർഫുള്ളാണ്. ഭയങ്കര ടേസ്റ്റുള്ളൊരു കറിയാണ് ഇതിൽ ഞാനൊരു സ്പെഷ്യൽ സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്നുണ്ട്. അത് എന്താണെന്നുള്ളത് വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്ക്, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പഴയ രീതിയെല്ലാം വിട്ടിട്ട് ഈ ഒരു സ്റ്റൈൽ മാത്രമേ പിന്നെ ഉണ്ടാക്കുള്ളൂ. നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് വെച്ച് ചൂടാക്കി അതിലേക്ക് 2 മീഡിയം സൈസുള്ള ഉള്ളി ഇതേപോലെ വഴറ്റി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ലിഡ് കൊണ്ട് ഒരു 2 മിനിറ്റ് ക്ലോസ് ചെയ്ത് വെക്കാം. അതിനുശേഷം ലിഡൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ചെറിയ രീതിയിലൊന്ന് വഴന്ന് വന്നിട്ടുണ്ടാവും. ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാനൊരു സ്പെഷ്യൽ വേ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, അതിതാണ്. ഞാൻ 2 ടേബിൾ സ്പൂണ് ചിക്കൻ മസാലയും 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഇതേപോലെ ഈ ഉള്ളിയും ഓയിലിലേക്കും മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ സ്മെല്ല് അടിപൊളിയാണ്. ഈ ഒരു സ്റ്റെപ്പാണ് ഈ ചിക്കൻ കറീനെ സ്പെഷ്യലാക്കുന്നത്. കാരണം ഇത് എണ്ണയിലും ആ ഒരു സവോളയിലെല്ലാം നല്ല രീതിയിൽ മിക്സായി വരുന്ന സമയത്ത് നല്ലൊരു ടെക്സ്ചറും സ്മെല്ലും എല്ലാം വരും. ഈ സ്റ്റെപ്സ് എന്തായാലും ഫോളോ ചെയ്തിട്ട് ചിക്കൻ കറി ഉണ്ടാക്കി നോക്ക്, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നെക്സ്റ്റ് നമുക്ക് ഒരു 2 മീഡിയം സൈസുള്ള തക്കാളി ഇതേപോലെ ഇട്ട് വഴറ്റി കൊടുക്കാം. നിങ്ങൾ കുക്കറിൽ ഉണ്ടാക്കുന്ന കറിനേക്കാളും ഓവർ ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ കറിക്ക്. അത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലൊരു ട്വിസ്റ്റും കൂടി സംഭവിക്കുന്നുണ്ട്, ഞാനത് വീഡിയോയിൽ പറഞ്ഞുതരാം. അതിനുശേഷം പൊടികൾ ഇട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ തന്നെ മുളക് പൊടി, പിന്നെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതേപോലെ തന്നെ കറിയുടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈസ്റ്റേൻ്റെ ഗരം മസാല എടുത്തിട്ടുള്ളത്. ഈസ്റ്റേൻ്റെ ഗരം മസാല നല്ല ഫ്ലേവറുള്ളൊരു ഗരം മസാലയാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂണ് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, കറണ്ട് പോയി. ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കറണ്ട് പോയി. എന്തോ ഭാഗ്യത്തിന് അവിടെ ലൈറ്റ് ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ വീഡിയോ മൊത്തത്തിൽ കൊളാവുകയും. അതിനുശേഷം ഞാനൊരു ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള വീഡിയോ എടുക്കുന്നത്. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ടെക്സ്ചറും കളറെല്ലാം കണ്ടില്ലേ. പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം കരിഞ്ഞു പോകുന്നുള്ള ടെൻഷനൊന്നും വേണ്ട, ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഉള്ളി ആദ്യം വഴന്നത് കൊണ്ട് തന്നെ പൊടിയൊന്നും കരിഞ്ഞു പോവില്ല. അതിനിടയിൽ ഞാൻ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഒറോട്ടി കൂടി ചുട്ടെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മൂടിക്കൊടുക്കാം. മൂടി തുറന്ന് നോക്കുമ്പോൾ ചിക്കനിലുള്ള വെള്ളമെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. കറിൻ്റെ ടെക്സ്ചർ കണ്ടില്ലേ, അടിപൊളിയാണ്. ഈ ഒരു ടൈമിൽ നമുക്ക് വേണമെങ്കിൽ നെയ്ച്ചോറ് ഉണ്ടെങ്കിൽ നെയ്ച്ചോറ് ദമ്മിട്ടിട്ട് വേണമെങ്കിൽ എടുക്കാം. അതിനുശേഷം ഞാൻ ആ മിക്സി കഴുകിയ ആ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്തായാലും വീഡിയോസ് എല്ലാം കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോണ്ട. ഇൻഷാല്ലാ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാനിപ്പോൾ ഇതാ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ചിക്കൻ കറിക്ക് നല്ലൊരു തിള വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിന് അടിപൊളി ടേസ്റ്റിന് വീട്ടിൽ നിന്ന്
എൻ്റെ അനിയത്തിയെല്ലാം വന്ന് ടേസ്റ്റെല്ലാം നോക്കുന്നുണ്ടേനു, അതിൻ്റെ സ്മെല്ലടിച്ചിട്ട്. ട്രസ്റ്റ് മീ ഗായ്സ്, ഇത് അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾ എന്നിട്ട് കമൻറ്റ് ബോക്സിൽ എന്തായാലും പറയണേ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത്. അതിനുശേഷം ഞാൻ മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ പണിയുള്ളൂ, സിമ്പിളായി ഉണ്ടാക്കാൻ. കുക്കറിൽ ഉണ്ടാക്കുന്ന കറിനേക്കാളും അടിപൊളി ടേസ്റ്റ് ഈ കറി. കുക്കറിൽ ഉണ്ടാക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു സ്റ്റെപ്സ് ഫോളോ ചെയ്ത് ഉണ്ടാക്കി നോക്കിക്കോ, അടിപൊളി ടേസ്റ്റാണ്. ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയെല്ലാം ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഞാനിപ്പോൾ കോമ്പിനേഷൻ ഒറോട്ടിയ ചുട്ടെടുക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ, ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒറോട്ടിയ. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. ഇൻഷാ അല്ലാഹ് ഞാൻ അതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ ഇതാ ഗായ്സ്, നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് കഴിച്ച് നോക്കാം, എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. നല്ല പെർഫെക്റ്റ് ഒറോട്ടിയ. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എന്തായാലും ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്ക്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബായ്, അസ്സലാമു അലൈക്കും.